സോ നമുക്ക് ഗ്രേഡ് 6 പെരിമീറ്റർ ആൻഡ് ഏരിയ എന്നൊരു ചാപ്റ്റർ നോക്കാം. പെരിമീറ്റർ ആൻഡ് ഏരിയ. ഓക്കെ, അപ്പോൾ എന്താണ് പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റളവെന്ന് പറയാം അല്ലേ. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എൻ്റെ കയ്യിലൊരു ജോമെട്രി ബോക്സ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ ബോക്സ്. അതിനൊരു റെക്റ്റാങ്കിൾ ഷേപ്പല്ലേ സാധാരണ നമുക്ക് ഉണ്ടാവുക. ഇപ്പോൾ റെക്റ്റാങ്കിൾ എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലോങ്ങർ സൈഡിന് ലെങ്ത് എന്നും ഈ ഷോർട്ടർ സൈഡിന് നമ്മൾ ബ്രെഡ്ത്ത് എന്നും പറയും അല്ലേ. ഫൈൻ. അപ്പോൾ നിങ്ങൾ എത്ര ലെങ്ത്തിൻ്റെ ഉണ്ട്? ഇത് ലെങ്ത് ആണെങ്കിൽ ഇതും ലെങ്ത് ആയിരിക്കില്ലേ? യെസ്. ഇത് ബ്രെഡ്ത്ത് ആണെങ്കിൽ ഇതും ബ്രെഡ്ത്ത് ആയിരിക്കില്ലേ? യെസ്. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൽ എത്ര ലെങ്ത്തും എത്ര ബ്രെഡ്ത്തും ഉണ്ട്? 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും ഉണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എൻ്റെ കയ്യിലൊരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിന് ലെങ്ത്ത് ഞാൻ ഒരു 5 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. അതിൻ്റെ ബ്രെഡ്ത്തും 2 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ സൈഡിൻ്റെ കൂട്ടുകയാണ് വേണ്ടത് അല്ലേ. പക്ഷേ നമുക്ക് ഈ 2 സൈഡും അറിയത്തില്ലല്ലോ. ബട്ട് നമുക്ക് റെക്റ്റാങ്കുലർ പ്രോപ്പർട്ടി അറിയാം, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. അപ്പോൾ ഇത് 5 ആണെങ്കിൽ ഇതും 5 സെൻറ്റിമീറ്റർ തന്നെ അല്ലേ. യെസ്. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 2 സെൻറ്റിമീറ്റർ തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 5 + 2 + വീണ്ടും 5 + വീണ്ടും 2. അപ്പോൾ 5 + 2 എന്താണ്? 7. 7 + 5 12. 12 + 2 14. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണ് മക്കളെ? 14 സെൻറ്റിമീറ്റർ. ഈസി അല്ലേ? യെസ്. പക്ഷേ നമുക്കിതിനൊരു കുറുക്ക് വഴിയുണ്ട്, ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ഓക്കെ, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ കൺസിഡർ, ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ റെക്റ്റാങ്കിൾ. ഓക്കെ, ഈ റെക്റ്റാങ്കിളിന് ഞാൻ പറയുകയാണ് ഇതിൻ്റെ ലെങ്ത് ഇതാണ് L, ഇത് ബ്രെഡ്ത്ത് ഇതാണ് B. ലെങ്ത് L ആണെങ്കിൽ ഇതും ലെങ്ത് തന്നെ ആയിരിക്കൂലേ? യെസ്. ഇത് ബ്രെഡ്ത്ത് ആണെങ്കിൽ ഇതും ബ്രെഡ്ത്ത് തന്നെ ആയിരിക്കൂലേ? യെസ്. അപ്പോൾ നമുക്കിതിൻ്റെ പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? L + B + again L + again B. ഓക്കെ, അപ്പോൾ ഇവിടെ 2 L ഉണ്ടല്ലേ. അപ്പോൾ ഈ എല്ലിനെ കൂടെ ഞാൻ കമ്പയർ ചെയ്ത് ചെയ്യാൻ എന്താവും? L + L എന്താണ്? 2L. അതുപോലെ B + B എന്താണ്? 2B അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എന്താ കോമൺ ആയിട്ടുള്ളത്? ഇവിടെ 2 കോമൺ ആണല്ലേ. യെസ്. സോ ഈ 2 കോമൺ എടുത്ത ബാക്കി എന്താ ഉണ്ടാവുക? L + B. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു വാട്ട്? നമുക്ക് പറയാം 2 × L + B. സോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? ഓക്കെ, സോ ഈ ഇക്വേഷൻ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഫൈൻ. സോ 2 × L + B അല്ലേ. ഫൈൻ. അപ്പോൾ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ എടുത്ത ഈ ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. 1 സെക്കൻഡ്. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ മെത്തേഡ്. അതിവിടെ സൈഡിൽ ഇരിക്കട്ടെ. ഓക്കെ, ഫൈൻ. സോ നമുക്കിവിടെ ലെങ്ത് എത്രയായിരുന്നു? ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയായിരുന്നു? 5 ആയിരുന്നു അല്ലേ. യെസ്, ലോങ്ങർ സൈഡ്. അതിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ. ഓക്കെ, ഇത് യൂസ് ചെയ്ത് നമുക്ക് പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിച്ചാലോ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? 2 × L + B അല്ലേ. യെസ്, ദറ്റ് ഈസ് 2 × L എത്രയാ? 5 + B എത്രയാ? 2 അല്ലേ. സോ ദറ്റ് ഈസ് 2 × 5 × 2 കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും നമുക്ക്? 7. അതെ, 2 × 7 എത്രയാ?
14 സെൻറ്റിമീറ്റർ. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത് 14 സെൻറ്റിമീറ്റർ. സോ ഇത് കുറച്ചും കൂടെ ഈസി ആയില്ലേ നമുക്ക് ചെയ്യാനായിട്ട്, അല്ലേ? അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഫൈൻ, ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. സോ എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്കൊന്ന് പോകാം. സോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് 2 രീതിയിലും ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് ചെയ്ത് ശരിയാണെന്ന് നോക്കാം. സോ ഞാൻ തരുന്ന ഈ ക്വസ്റ്റ്യൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ. സോ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, പെരിമീറ്റർ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സാധാരണ ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എന്താണ്? 24 ആണോ? 24 ആണെങ്കിൽ ആൻസർ കറക്റ്റാണ്. അപ്പോൾ നോക്കാം നമുക്ക്. സോ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 × L + B, അല്ലേ? ദറ്റ് ഈസ് 2 × നമ്മുടെ L എന്താണ്? 8 സെൻറ്റിമീറ്റർ പ്ലസ് B എന്താണ്? 4 സെൻറ്റിമീറ്റർ. ദറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 2 × വാട്ട് ഈസ് 8 + 4? ഇറ്റ്സ് 12, റൈറ്റ്? സോ 2 × 12 എത്രയാണ്? 24 സെൻറ്റിമീറ്റർ. അപ്പോൾ മറക്കാതിരിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ യൂണിറ്റ് നോക്കുക. യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ ആൻസർ മീറ്റർ ഇടുക, യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ ഇടുക, മില്ലിമീറ്റർ ആണെങ്കിൽ മില്ലിമീറ്റർ ഇടുക. സോ യൂണിറ്റ് ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് തരാം. സോ ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കമൻറ്റ് ബോക്സിൽ ആൻസറായിട്ട് ഇട്ടേക്കാം. സോ ഒരു ഡെസിമൽ ക്വസ്റ്റ്യനാണ് തരുന്നത്. ഓക്കെ, സോ ഒരു സൈഡ് 4.2 സെൻറ്റിമീറ്ററും മറ്റേ സൈഡ് 2.8 സെൻറ്റിമീറ്ററുമാണ്. സോ ഈ കിട്ടിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആൻസറായിട്ട് ഇടാം. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.